ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NS2 ടെക്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ മാപ്പ് ഒക്കെ ഉണ്ടല്ലേ, പിന്നെ നമ്മുടെ ലൈവ് ലൊക്കേഷൻ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. വാട്സപ്പിലൂടെ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അല്ലാതെയും നമ്മൾ ഗൂഗിളിലൊക്കെ നമ്മളുടെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ലൈവ് ലൊക്കേഷനിൽ കുറച്ച് സെറ്റിങ്സുകൾ ഉണ്ട്. അപകടകരമായ സെറ്റിങ്സ് ഉണ്ട്, പിന്നെ നമ്മളുടെ മൊബൈൽ ഫോണിന്റെ പെർഫോമൻസ് കുറയ്ക്കുന്ന കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ എങ്ങനെയൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും കൂടി ഇത് ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴ്ച വന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഉള്ളത് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് വാട്സപ്പിത്തെ ഇതാണ്. നമ്മൾ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ നമുക്ക് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അവിടുത്തെ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ പ്രൈവസി എന്ന് കാണാൻ സാധിക്കും, കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ലൈവ് ലൊക്കേഷൻ എന്ന്. ഇനി നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആർക്കൊക്കെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എത്ര ആൾ നിങ്ങൾ ആർക്കൊക്കെ ഷെയർ ചെയ്തോ അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും സ്റ്റോപ്പ് ഷെയറിങ് എന്ന്. എന്നിട്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ആക്കിയിടേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾ എന്തായാലും സ്റ്റോപ്പ് ആക്കി എടുക്കുക, ഇല്ലെങ്കിൽ അവർ നമ്മുടെ ലൈവ് ലൊക്കേഷൻ കാണാനൊക്കെ സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ അടുത്തതായി നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ഓണാക്കണം. ലൊക്കേഷൻ ഓണാക്കി മാപ്പ് ഒന്ന് ഓണാക്കിയതിന് ശേഷം നമുക്ക് മാപ്പിൻ്റെ ഇത് ഓപ്ഷനിലേക്ക് കയറും. നമ്മളുടെ Gmail, നമ്മൾ ഏത് മെയിലാണ് തുടങ്ങിയിരിക്കുന്നത് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മെയിൽ കാണാൻ സാധിക്കും, Gmailൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ അവിടെ നമ്മുടേതല്ലാത്ത മറ്റാരുടെയെങ്കിലും Gmail ഉണ്ടായി നിങ്ങൾ അതെന്തായാലും ഒന്ന് ഡിലീറ്റ് ആയി കളയുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്തായാലും നമ്മൾ ലൊക്കേഷൻ ലൈവായിട്ട് കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ അടുത്തതായി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വേറെ സെറ്റിങ്സ് നമ്മൾ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ അവിടെ ലൊക്കേഷൻ കാണാൻ സാധിക്കുന്നു. ലൊക്കേഷൻ ഓണാക്കുന്ന സംഭവം നമ്മളവിടെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കിത് വേറൊരു ഇതിലേക്കായിരിക്കും ഓണാകുന്നത്. നമ്മളവിടെ ലൊക്കേഷൻ ഒന്ന് ഓണാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴെയായിട്ട് കാണാൻ സാധിക്കും എമർജൻസി ലൊക്കേഷൻ സർവീസ് എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എമർജൻസിയിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിപ്പോൾ എൻ്റെ ഓണാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഓണാക്കിയിടണം. ഓണാക്കുമ്പോൾ ബ്ലൂ ആവുന്നതായിരിക്കും, ഓഫ് ആക്കുമ്പോൾ ഇങ്ങനത്തെ കളർ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഓണാക്കിയിടണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാനും നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാനൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സെറ്റിങ്സ് കൂടിയാണ്. നിങ്ങളിത് എന്തായാലും ഒന്ന് ഓണാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഇതാക്കാൻ പറ്റുള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് ഇതിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആപ്പ് യൂസിങ് GPS എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ കുറേ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങളുടെ ലൊക്കേഷൻ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ലൊക്കേഷൻ ഓൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ലൊക്കേഷനെ ഒന്ന് ഓഫാക്കി ഇടുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മൾ ലൊക്കേഷൻ ചാർത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ അടുത്തത് നമുക്ക് അവിടെ സ്കാൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, കണ്ടോ. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വൈഫൈ സ്കാനിങ് എന്ന് കാണാൻ സാധിക്കും, ബ്ലൂടൂത്ത് സ്കാനിങ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഓഫാക്കി ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഓഫാക്കണം. പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് ഒക്കെ കൂടാനായിട്ട് ഇത് എന്തായാലും ഉപകാരപ്പെടുന്ന സെറ്റിങ്സ് ആണ്. നിങ്ങളിത് സെറ്റിങ്സിൽ പോയതിന് ശേഷം ഒന്ന് ഓഫാക്കി ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വലിയ സംഭവം ഒന്നല്ല, പക്ഷേ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപകടം സംഭവിക്കാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ് കൂടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സെറ്റിങ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്ന സെറ്റിങ്സ് ഒക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തന്നിക്കുക. കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല, മറ്റൊരു വീഡിയോ കണ്ടുപിടുന്നത് വരെ ബൈ ബൈ.